ഇവിടെ ഉറപ്പായിട്ടും കുറുക്കോളി ജയിക്കും. മാമൻ തോൽക്കും, ഉറപ്പാണ്. അത് മൂപ്പം പാസ്സാക്കി കൊടുത്തും കൊണ്ട് ആളെ കൊന്നിട്ട് ഇപ്പം ഇനി അടുത്ത ഇതിൽ താന്നൂരിൽ നിന്നാൽ തീരെ കിട്ടില്ലെന്ന് ചോദിച്ചിട്ടാണ് ആളെ തിരുവനന്തപുരം അറിയേ. നമ്മൾ അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ ജയിച്ചാൽ പറ്റൂ. നമുക്കിവിടെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ ഗ്രൗണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂടിലാണ് നാടും നഗരവും ഉള്ളത്. തിരൂർ നിയോജക മണ്ഡലത്തിലെ തലക്കാട് പഞ്ചായത്തിലെ ജനമനസ് ആർക്കൊപ്പമെന്ന് നമുക്ക് ചോദിച്ചറിയാം. തിരൂര് കുറുക്കോളി ജയിക്കും. കുഴപ്പമൊന്നുമില്ല. താന്നൂരിന്ന് പോന്നതല്ലേ. വികസനം ഉണ്ടല്ലോ. വികസനം നല്ലുണ്ട് തിരൂര്. അത് മൊത്തം പിന്നെ ഇവിടെ കുറ്റിപ്പുറക്കം മറിഞ്ഞല്ലേ ആ കാലത്തല്ലേ. വിഷയമല്ല, കുറുക്കോളി തന്നെ ആയിക്കോളൂ. അടുത്താണ് ആരാ ജയിക്കാന്നുള്ളത് ഒന്നും പറയാൻ പറ്റൂല. ആര് ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷകൾ പറയാൻ പറ്റൂല. തെരഞ്ഞെടുപ്പൊക്കെയാണ്. കുറുക്കോളി ജയിക്കും ഷുവറാണ്. 100% ഉറപ്പാണ്. താന്നൂരല്ലത്, തിരൂരാണ്. വികസനം ആര് പറഞ്ഞത് തിരൂര് വികസനം ഇല്ലാന്ന്? വെറുതെ ഓരോരുത്തർ പറഞ്ഞത് വികസനം ഇല്ല എന്നുള്ളത്. ഇപ്പോൾ 2 പ്രാവശ്യം താന്നൂർ മത്സരിച്ച് ഇവനക്ക് മന്ത്രിക്ക് എന്തേ ഇപ്പോൾ ഇവിടെ മത്സരിക്കാൻ തോന്നിയത്? തിരൂര് വരണമെന്ന് എന്തേ തോന്നിയതായി? തിരൂർ വികസനം ഉണ്ടാകാൻ കഴിഞ്ഞപ്പോൾ മന്ത്രി വന്നാലേ വികസനം ഉണ്ടാകുക. കുറുക്കോളി 100% കുറുക്കോളി, യാതൊരു സംശയമില്ല. 2006 മാറിയതാണ്. അതേമാതിരി ആവില്ല, എന്തായാലും ഉറപ്പാണ്. അബ്ദുൾ റഹ്മാനോ? അല്ല, മുപ്പരതിൽ കുറേ ഇതൊക്കെ ഉള്ളല്ലേ, ഈ കുറേ ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി സഹായിച്ചതിലൊക്കെ. ഇതിനെപ്പറ്റി അറിയില്ല. നമുക്ക് കുറുക്കോളി മൊയ്തീൻ ജയിക്കണം. ഇവിടെ ഉറപ്പായിട്ടും കുറുക്കോളി ജയിക്കും. മാമൻ തോൽക്കും, ഉറപ്പാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് വിശേഷം? നല്ല അബ്ദുറഹ്മാൻ അങ്ങനെ ഒരു വിശ്വാസം. അറിയില്ല, അങ്ങനൊന്നും ഞങ്ങൾ കഴിക്കില്ല. പക്ഷെ സപ്പോർട്ട് ചെയ്യണം ഇവരാണ്. അബ്ദുറഹ്മാൻ എന്താ സംശയം? അബ്ദുറഹ്മാൻ പഴയ മണ്ഡലത്തിൽ നിന്ന് വികസനം തോൽക്കുന്ന പ്രവർത്തനോട് പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെന്തും പറയാല്ല, നോക്കണ്ട. ഒരു രക്ഷയില്ല. അത് നമ്മളെ വെട്ടത്തുള്ള ആരാണ് ചോദിച്ചന്ന് നമ്മളെ നിങ്ങളിപ്പോൾ പറഞ്ഞ് അന്ന് നമ്മൾ നാട്ടുകാർക്കൊരു ചാൻസ് കൊടുത്ത് നോക്കി, എന്നിട്ടൊരു കാര്യം കിട്ടിയിട്ടില്ല. പിന്നെന്താണ് ഇപ്പോൾ നമ്മളെ ഇപ്പോൾ അബ്ദുറഹ്മാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ MLA താന്നൂരായാലും കേരളത്തിൻ്റെ മന്ത്രിയായിരുന്നു. എന്നിട്ട് ഈ തിരൂരിന് വരെ ഒന്നും ചെയ്യാതെ താന്നൂർ മത്സരിക്കാതെ ഇങ്ങോട്ട് വന്നത് എന്തിനാണ്? അതാദ്യം മനസ്സിലാക്കിയാൽ തന്നെ മതിയല്ലോ. ആള് തോൽക്കാനാണോ ജയിക്കാനാണോ? അത് വേണ്ട, ഓക്കെ, അയാൾ താന്നൂർ മത്സരിച്ചു, അത് സമ്മതിച്ചു. പക്ഷെ കേരളത്തിൻ്റെ മന്ത്രിയായിരുന്നു, സ്പോർട്സ് മന്ത്രിയായിരുന്നു. അയാൾക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളില്ല കേരളത്തിൽ പലയിടത്തും. എന്നിട്ടൊന്നും ചെയ്തില്ലല്ലോ. നമ്മൾ കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രിയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് വികസന പിഞ്ഞ് വരാ? എവിടെ ഏത് പഞ്ചായത്തിലാണ് കൊടുത്തിക്കണേ? പ്രഖ്യാപനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അത് പറയാനിപ്പോൾ എന്താണ്, സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ പറയാൻ കഴിയും? ഇപ്പോൾ താന്നൂരിപ്പോൾ എന്തുകൊണ്ട് അയാൾ മത്സരിച്ചില്ല? അതെന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ കാര്യങ്ങൾ. എന്തായാലും 100% UDFൻ്റെ സീറ്റാണ് ഇവിടെ. അതിനി ജനങ്ങൾ തീരുമാനിക്കും ഇനി എന്താണെന്നുള്ളത്. നമുക്ക് അഭിപ്രായമൊന്നുമില്ല. ആര് ജയിക്കാന്ന് വെച്ചാൽ കുറുക്കോളി ജയിക്കും. ഓക്കെ, ഭൂരിപക്ഷമൊക്കെ പിന്നെ പറയാ. ജയം കുറുക്കോളി കുറവ്. കുറുക്കോളി ജയിക്കും തീർച്ചയായിട്ടും. എന്ത് മന്ത്രി ഈ മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഈ മന്ത്രി ആദ്യം ഇവിടെ ഉണ്ടായിരുന്നല്ലോ.
ഇപ്പൊ പുതിയതായിട്ട് ഈ കൊല്ലത്തിൽ വന്നതല്ല. ആ അപ്പൊ അത് കണക്കൂട്ടിയാൽ പെർമിറ്റ് ഇല്ലാതെ മൂപ്പം പാസ്സാക്കി കൊടുത്തും കൊണ്ട് ആളെ കൊന്നിട്ട് ഇപ്പൊ ഇനി അടുത്ത ഇതിൽ താന്നൂരിൽ നിന്നാൽ തീരെ കിട്ടില്ലെന്ന് ചോദിച്ചിട്ടാണ് ആളെ തിരുവനന്തപുരം അറിയേ. അത് ജനങ്ങൾക്കറിയാമല്ലേ എങ്ങനെ. ഇവിടെ കുറുക്കോളി ഇല്ലാതെ വേറെ ആരും ജയിക്കില്ല. പണാധിപത്യം ഇവിടെ ചിലവാകില്ല, വേവില്ല. നമ്മുടെ ഈ തിരൂർ നിയോജക മണ്ഡലം നമ്മുടെ UDFൻ്റെ കയ്യിലാണ്. ഒരിക്കലും അത് വിട്ടുകൊടുക്കില്ല. ഒരിക്കൽ മാറിയിട്ടുള്ളൂ. അത് ജനങ്ങൾക്ക് പറ്റിയ വിഡിത്താണ്, അതുകൊണ്ട് മാറിയതാണ്. ഇനി ഒരിക്കലും മാറൂല. അതാണ് നമ്മൾ പറയും. ഇല്ല, മാറില്ല. തിരൂരായിട്ട് തന്നെ പോകും. കുറുക്കോളി ജയിക്കും. വികസനം വരട്ടെ. ഉണ്ടായി, ചെറിയ രീതിക്കാണ് ഉണ്ടായത്. ഇപ്പം ഇനി വലിയ രീതിക്ക് ഉണ്ടാവും. ആ ആണോ? കുറുക്കോളി ജയിക്കും. ഞങ്ങൾക്ക് ഉറപ്പാണ്. ആയിക്കോട്ടെ. അപ്പുറത്ത് ആരായാലും ശരി, നമ്മളെ കുടുംബത്തിലൊരു അംഗം പോലെയാണ് ഞങ്ങൾ കാണൽ തുടങ്ങിയിട്ട്. 48 വയസ്സായി എനിക്ക്. ഞാൻ ജനിച്ചേ മുതൽ ഞങ്ങൾ കോണിയായിട്ടാണ് ഞാൻ അറിയപ്പെട്ടിരിക്കുന്നത് ഇത്രയും കാലമായിട്ട്. ഇനി മരിക്കോളം അങ്ങനെ തന്നെ. തോറ്റാലും ജയിച്ചാലും ഭൂരിപക്ഷത്തോട് ജയിക്കും. പറയാണെങ്കിൽ ചിലപ്പോൾ കുറുക്കോളിനെ പറ്റി കുഴപ്പമൊന്നുമില്ല, ജയിക്കുന്നുള്ള പ്രതീക്ഷയാണ്. ആയിക്കോട്ടെ, എന്നാലും മൂപ്പര് വികസനം ഉണ്ടെന്നൊക്കെ പറഞ്ഞേക്കണേ. അത് ആൾക്കാർ പലതും പറയും. ജയിക്കുന്നാണ് നമ്മുടെ അഭിപ്രായം. കുറുക്കോളി മൈ തന്നെ ജയിക്കുള്ളൂ. മൂപ്പര് നമ്മുടെ ജയിച്ചു വരുന്നത് ഇവിടെ ലീഗർ തന്നെ ജയിക്കില്ല കൂടുതലും. അത് കുറേ കാലം ഒപ്പിട്ടല്ലേ, എപ്പോഴും അടുത്തൊന്നുമില്ലല്ലോ. ലീഗറിനെ ജയിക്കുള്ളൂ. ലീഗറിനെ ജയിക്കുള്ളൂ. അപ്പം കുറുക്കോളി മൈ തന്നെ ജയിക്കുള്ളൂ. കുറുക്കോളി മൈദീൻ തന്നെ. അതിവിടെ പണാധിപത്യവും ജനാധിപത്യവും കൂടി തമ്മിലുള്ള മത്സരം. അത് ഒരാൾക്ക് പണം കൂടുതലുണ്ടെന്നുള്ളൂ, കുറുക്കോളിക്ക് അത് കുറവാണ്. പക്ഷേ മറ്റെല്ലാം കൊണ്ട് നമ്പർ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും കുറുക്കോളി തന്നെ ജയിക്കും. അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം പറയാൻ തയ്യാറല്ല. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഐഡിയ ഇല്ല. കുറുക്കോളി വിജയിക്കും എന്ന് തോന്നുന്നുണ്ട്. കുറുക്കോളി ആയിരിക്കണ ചാൻസ്. അതാണ് ഇതിവിടെ വലിച്ചിരുന്നത്. പിന്നെ അബ്ദുറഹ്മാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയല്ലേ, അപ്പോൾ അതിൻ്റെ ദോഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കുറേ. അതായിരിക്കാം മാറിയത്, അത്രേ ഉള്ളൂ. അതായിരിക്കാം ചിലപ്പം, അങ്ങനെ ആയിരിക്കണം ചാൻസ്. പക്ഷെ വികസനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ വികസനം, കണക്ക് തന്നെ. ഇവിടെ കുറുക്കോളി ജയിക്കും, ഉറപ്പാണ്. എന്താ ജയിക്കും. കാരണം അത്ര ഇതുണ്ട്, ഒരു പാവപ്പെട്ട മനുഷ്യനായ ആൾ. ഇവൻ്റെ മാതിരി കോടീശ്വരനല്ല. ഇവിടെ വികസനം വരണം. അബ്ദുറഹ്മാൻ ജയിച്ചേ പറ്റൂ. താന്നൂർ 10 കൊല്ലം കൊണ്ട് നല്ല വികസനം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ ജയിച്ചേ പറ്റൂ. നമുക്കിവിടെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ, ഗ്രൗണ്ട്, സ്റ്റേഡിയം, അങ്ങനെ ഒരുപാട് വികസനങ്ങൾ വരണം. അബ്ദുറഹ്മാൻ വന്നാലേ ഇവിടെ നിലനിൽപ്പുള്ളൂ. ഇവിടെ 5 കൊല്ലം കുറുക്കോളി ഭരിച്ച്, കഴിഞ്ഞ 5 കൊല്ലം ഭരിച്ച് ഒരു വികസനം ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും അബ്ദുറഹ്മാൻ സാഹിബ് വരണമെന്നാണ് ഇവിടെ നമ്മുടെ ഇത്. അത് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നതല്ല, അവിടെ പോയി കണ്ടാലേ വികസനം അറിയാൻ പറ്റുള്ളൂ. അവിടെ 4 സ്റ്റേഡിയം, ഹാർബർ, ഇങ്ങനെയുള്ള ഒരുപാട് വികസനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങൾ കണ്ണു കാണാത്തതുകൊണ്ടാണ്, ഉറങ്ങിക്കിടക്കുകയാണ് ജനങ്ങൾ. അതല്ല, മൂപ്പര് ഇറങ്ങാത്തത്, മൂപ്പര് മണ്ഡലത്തിൽ മൂപ്പര് സ്ഥാനാർത്ഥിയാണെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് മൂപ്പര് നമ്മുടെ മണ്ഡലത്തിൽ വന്നത്. ഇവിടെ ഒരു വികസനം ഉണ്ടാക്കണം. 10 കൊല്ലം താന്നൂരിൽ നല്ല വികസനം ഉണ്ടാക്കി. അതേമാതിരി തിരൂർ മണ്ഡലത്തിലും ഒരുപാട് വികസനങ്ങൾ ആവശ്യമുണ്ട്. അതിനുവേണ്ടി മൂപ്പർ മണ്ഡലത്തിൽ അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ വന്ന് ഇവിടെ നല്ല 1 ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നത് ഞങ്ങൾ ഉറപ്പാണ്. മെസ്സിനെ കൊണ്ടാത്ത അതൊക്കെ പല ആൾക്കാരും പലതും പറഞ്ഞുണ്ടാക്കൂലേ. അതിപ്പോൾ ഒരാൾ വന്നിട്ടില്ലെങ്കിൽ എന്നാളെ കൊണ്ടാണ്, അതിനൊക്കെ ശ്രമിച്ച് അത് അവിടുന്ന് അവർക്കും വേണ്ട വരാനുള്ള യോഗ്യതകൾ കാരണം അവർക്കെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ പല സാഹചര്യങ്ങളാണ്. അത് കണ്ടിട്ട് വികസനമില്ല, മെസ്സി വന്നിട്ടില്ല, അതൊന്നും പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. അതൊക്കെ വെറുതെ ഇവർ അഞ്ഞടിക്കുക. ഇവ കുറുക്കോളിൻ്റെ ആളാണ്, അവർ ആ ബാക്ക് പോണാണ്. ഇവിടെ വിശേഷം സുഖമാണ്. വിജയിക്കുമെന്ന് പറഞ്ഞാൽ 10 വർഷക്കാലം
LDF സർക്കാർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ ഭരണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 10 വർഷത്തിനിടയിൽ എന്തൊക്കെ ഈ കേരളത്തിൽ വന്നു? 2 മഹാപ്രളയം വന്നില്ലേ? കോവിഡ് വന്നു, ഓഖി കൊടുങ്കാറ്റ് വന്നു, നിപ്പ വൈറസ് വന്നു. കോവിഡിൻ്റെ സമയം വന്നപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവനും ലോക്ക്ഡൗണായി, കേരളം ലോക്ക്ഡൗണായി. പിണറായി എന്ത് ചെയ്തു? ജനങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, സർക്കാർ കൂടെയുണ്ട്. ഈ 10 വർഷക്കാലത്തിനുള്ളിൽ അതിനുശേഷം എന്തുണ്ടായി? ജനങ്ങളെ ചേർത്ത് പിടിച്ച് സർക്കാർ മുന്നോട്ട് പോയി, വികസന കുതിപ്പ് വന്നു കേരളത്തിൽ. എന്തുണ്ടായി? പിഞ്ചോമരകൾ പഠിക്കുന്ന അംഗനവാടികളുള്ള ഹൈടെക്കായി മാറി. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ പെൻഷൻ 600, 18 മാസം കുടിശ്ശിക. ആ പെൻഷൻ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2000 രൂപയ്ക്ക് മാറ്റി ജനങ്ങൾക്ക് കൊടുത്തു. ഇപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർ, നമ്മൾ ഒരു സ്ത്രീയോട് ചോദിച്ചാൽ എന്തു പറയൂ? എന്താ ജോലി എന്ന് ചോദിച്ചാൽ എന്താ പറയൂ? വീട്ടുജോലി അല്ലേ? അങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് 1000 രൂപ വെച്ച് പ്രതിമാസം കൈകളിൽ എത്തിച്ചു സർക്കാർ. ലീഗ് എന്തു പറഞ്ഞു? കള്ളത്തരം. ലീഗ് പറഞ്ഞിടത്ത് എന്താണ്? OTA KTA. ഈ സ്വർണം മാത്രമേ ലീഗിൻ്റെ അടുത്തുള്ളൂ. സ്കൂളൊക്കെ ഹൈടെക്കായി മാറി. തീരദേശ ഹൈവേ യാഥാർത്ഥ്യമായി, നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമായി, മലയോര ഹൈവേ, വയനാട് തുരങ്കപാത, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി, തീരദേശ മേഖലയിൽ ഹാർബർ താനൂർ, പൊന്നാനി ഹാർബർ, ചെട്ടിപ്പടിയിൽ ഹാർബർ. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി തീരമേഖലയാണിത്. മത്സ്യത്തൊഴിലാളികൾ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ബേപ്പൂരിൽ നങ്കൂരമിട്ടിരുന്ന വള്ളങ്ങൾ തകർന്നുപോയി. ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ സഹായിച്ചു ഉമ്മൻചാണ്ടി സർക്കാർ ഇല്ല. ഈയിടെ പൊന്നാനി അഴിമുഖത്ത്, കൂട്ടായി അഴിമുഖത്ത് നങ്കൂരമിട്ട വള്ളങ്ങൾ കടൽക്ഷോഭത്തിൽപ്പെട്ട് തകർന്നു പോയപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സഹായം എത്തിച്ച സർക്കാരാണ് കേരള സർക്കാർ. അപ്പോൾ ആരാണ് ജനങ്ങളെ ചേർത്ത് പിടിച്ച സർക്കാർ? പിണറായി സർക്കാർ. അങ്ങനെ നിരവധിയായ 5 ലക്ഷം വീട് കൊടുത്തു. ലൈഫ് ഭവന പദ്ധതിയിലൂടെ 5 ലക്ഷം വീട്. വീടില്ലാത്തവർക്ക് വീട്, പട്ടയമില്ലാത്തവർക്ക് പട്ടയം, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, കയറി കിടക്കാൻ ഇടമില്ലാത്തവർക്ക് ഫ്ലാറ്റ്. അങ്ങനെ വികസനം പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത വികസന കുതിപ്പുമായിട്ടാണ് ഇന്ന് കേരള സർക്കാർ ജനങ്ങളുടെ ഇറങ്ങി വോട്ട് ചോദിക്കുന്നത്. അതിന് മലപ്പുറം ജില്ലയിൽ പരമാവധി ഞങ്ങൾ 7 സീറ്റ് ഉണ്ടാവും. തവനൂരൊക്കെ മികച്ച രീതിയിൽ നല്ല വിജയം ഉണ്ടാവും. തിരൂരിലും ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. തീപ്പാറും പോരാട്ടം. എല്ലാ നേതാക്കന്മാരും ഈ പ്രചരണത്തിൽ ഉണ്ടാവും. അത് നിങ്ങൾ കള്ളത്തരല്ല മാത്രം പറയണത്. ഇപ്പോൾ കളവാട് രാഷ്ട്രീയം. സതീശൻ, VD സതീശൻ കളവിൻ്റെ രാഷ്ട്രീയം. LDF 100 സീറ്റ് ഉണ്ടാവും. സെഞ്ചുറി അടിക്കും ഇപ്രാവശ്യം.